ബേപ്പൂരിലേക്കാണ്. അവിടെ തോൽവിയിൽ സങ്കടമില്ല, സന്തോഷം മാത്രമെന്ന് പറയുകയാണ് PV അൻവർ 24-നോട്. 1.5 വർഷമായി പിണറായി സത്തിനെതിരായി നടത്തിയ പോരാട്ടം വിജയം കണ്ടു എന്നും PV അൻവർ പറയുന്നു. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച PV അൻവറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അങ്ങേക്ക് ഒരു നിരാശയുണ്ടോ ഇപ്പോൾ ഫലം പുറത്തു വന്നതിന് ശേഷം? ഞാൻ എന്തിനാ നിരാശപ്പെടുന്നത്? ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടം. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ഏറ്റവും സന്തുഷ്ടവരായി നിൽക്കുന്ന ആൾ ഞാനായിരിക്കും. ഞാൻ 1.5 കൊല്ലമായി നടത്തിയ പോരാട്ടം, അത് ഈ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും ബാക്കിയില്ല. എന്നിട്ടും ഞാൻ വിടാതെ ഈ വർഗീയ രാഷ്ട്രീയത്തിന്, ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിച്ചതിന്, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഇടതുപക്ഷത്തെയും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സംഘികൾക്ക് പണയം വെച്ച പിണറായിയുടെ ഈ നയം അത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടം ഞാൻ നടത്തി. ഞാൻ വിജയിച്ചു, അതിൽ ഞാൻ പരാജയപ്പെട്ടു. അതിലെനിക്കൊരു സങ്കടവുമില്ല. ചില യുദ്ധങ്ങളിൽ അങ്ങനെ സംഭവിക്കും, പടനായകൻ വെടിയേറ്റ് മരിക്കും, യുദ്ധം ജയിക്കണം. ആ യുദ്ധം ജയിച്ചതിൻ്റെ സന്തുഷ്ടിയിലാണ് ഞാൻ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നല്ലൊരു ഗവൺമെൻറ് അടുത്ത 5 വർഷം ഇവിടെ വരാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ സന്തോഷത്തിലാണ് ഞാൻ. ഇപ്പോൾ ബേപ്പൂരിലെ പല ആളുകളും പറയുന്നത്, അൻവർ ഇവിടെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്നേക്കുമായി ഇടതുപക്ഷത്തിന് ഈ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനത്തെ ഒരു വർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ബേപ്പൂരിലെ UDF-കാരോട് PV അൻവറിന് പറയാനുള്ളത്? അങ്ങ് UDF-നൊപ്പം തന്നെ ഉണ്ടാവും? തീർച്ചയായിട്ടും ബേപ്പൂരിലെ UDF-കാരോട് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ UDF-കാരോടും പറയാനുള്ളത്, ഇവർ നടത്തിയ, ഈ പ്രവർത്തകർ നടത്തിയ ആത്മാർത്ഥമായ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത്. പിന്നെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം, പിണറായി സത്തിനെതിരെ ഞാൻ പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ വിഷയം ഇവിടുത്തെ മതേതരത്വത്തിന് കളങ്കം ചാർത്തി അതിൻ്റെ അടിവേര് വെട്ടി വെള്ളാപ്പള്ളിയെപ്പോലുള്ള കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയെ തലയിൽ വെച്ച് നടന്നത്. അതിനെതിരെ അതിശക്തമായി കേരളത്തിൽ സംസാരിച്ചത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങൾ തോറ്റാലും ശരി, ഞങ്ങൾ ഇല്ലാണ്ടായാലും ശരി, കേരളത്തിലെ മതേതരത്വമാണ്, ഒരു വർഗീയവാദിയുടെ മുന്നിലും ഞങ്ങൾ കീഴൊതുങ്ങില്ല, ടീം UDF കീഴൊതുങ്ങില്ല. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, സഖാക്കൾ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പിണറായി സത്തിൻ്റെ കുടുംബാധിപത്യത്തിന് വോട്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. അത് നടന്നില്ലേ? ഞാൻ പരാജയപ്പെട്ടു, ഒരു കുഴപ്പമില്ല. എനിക്ക് ജയിക്കാവുന്ന സീറ്റിൽ മത്സരിക്കാൻ ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDF-ൻ്റെ ലീഡർഷിപ്പ് ഉൾപ്പെടെ എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ അതില്ലാതെ ഈ പടം ബേപ്പൂരിൽ പോയി നനയ്ക്കണം. ഈ പറയുന്ന കുടുംബാധിപത്യത്തിന്റെ ബാക്കി പത്രം ഇപ്പോഴും ഞാൻ പറയുന്നു, അതിൽ താങ്കളുടെ മിഷൻ സക്സസ് ആയി 1000%. അദ്ദേഹത്തിന് ആ ബേപ്പൂർ മണ്ഡലത്തിന്റെ പുറത്തേക്കൊന്ന് എത്തി നോക്കാൻ പോലും ഞാൻ സമ്മതിച്ചില്ല. എത്തി നോക്കാൻ പോലും. ആ ജില്ലയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നത്. അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ആ 13 സീറ്റ് ഞങ്ങൾ ജയിപ്പിച്ചെടുക്കും എന്ന് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് ഏറ്റ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇടതുപക്ഷത്തിന്റെ ഇലക്ഷൻ സ്ട്രാറ്റജി പൊളിഞ്ഞ് പാളീസായി. അടിച്ചു കയറി UDF, ചിട്ടയായ പ്രവർത്തനം. ഇപ്പോൾ PV അൻവറിന്റെ ഈ തോൽവിക്ക് പോലും ഒരു മധുരമുണ്ട്. അത് അത്ര വലിയൊരു ഭൂരിപക്ഷത്തിൽ നിന്ന് 10,000 വോട്ടുകൾക്ക് താഴെ മുഹമ്മദ് റിയാസിന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് PV അൻവറിന്റെ വിജയം. മുഹമ്മദ് അർഷാഖിനൊപ്പം മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.